ഇന്ന് നമ്മൾ പറയുന്ന ദാന ദക്ഷിണാദികൾ നൽകുന്നതിനെ പറ്റിയിട്ടാണ്. ഏത് കർമ്മത്തിൻ്റെ അവസാനം ദാനവും ദക്ഷിണയും നൽകുക എന്നത് പൗരാണിക സങ്കല്പമനുസരിച്ച് നമ്മളെല്ലാവരും ചെയ്യുന്നതാണ്. പൂജയുടെയോ കർമ്മത്തിൻ്റെയോ ഫലം പൂർണ്ണമാകണമെങ്കിൽ ദക്ഷിണ നൽകണം. ദക്ഷിണ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സത്കർമ്മങ്ങൾ സമ്പൂർണ്ണമാകുന്ന അവസ്ഥയെയാണ്. അത് നാം ഒരു ചടങ്ങിലൂടെ പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദക്ഷിണയ്ക്ക് സാധാരണ ഉപയോഗിക്കുന്നത് വെറ്റിലയാണ്. വെറ്റില ത്രിമൂർത്തി സ്വരൂപവും ലക്ഷ്മി പ്രീതകവുമാണ്. ദക്ഷിണ നൽകുന്നത് വെറ്റിലത്തുമ്പ് രണ്ട് രീതിയിൽ വയ്ക്കും. ഒന്ന്, ദേവപൂജയ്ക്ക് ശേഷമാണ് ദക്ഷിണ നൽകുന്നതെങ്കിൽ വെറ്റിലത്തുമ്പ് ദക്ഷിണ കൊടുക്കുന്നയാളിൻ്റെ നേരെയായിരിക്കണം. ഗുരു, ആശ്രമം, ക്ഷേത്രം എന്നിവയ്ക്കായി നൽകുമ്പോൾ വെറ്റിലത്തുമ്പ് കൊടുക്കേണ്ടയാളിനു നേരെയായിരിക്കണം. ധനവും ദക്ഷിണയായി നൽകാറുണ്ട്. എന്നാൽ ധനം ദാനം ചെയ്യുവാനുള്ള അധികാരം എല്ലാവർക്കുമില്ല. കാരണം ധനം ദക്ഷിണാ സ്വരൂപമാണ്, അതായത് മഹാലക്ഷ്മിയുടെ പ്രീതകമാണ്. ഇന്ന് ധർമ്മ ശാസ്ത്രങ്ങളെ തെറ്റിദ്ധരിച്ച് ദാനം കൊടുക്കുന്നു എന്ന അർത്ഥത്തിൽ ധനം നൽകാറുണ്ട്. ദക്ഷിണ നൽകുകയാണെങ്കിൽ ദാനം നൽകുക എന്നല്ല അർത്ഥം. ദാനം മഹാപുണ്യമെന്ന് ശാസ്ത്രവചനവുമുണ്ട്. ദാനം മഹാധർമ്മങ്ങളിൽ ഒന്നാണ്. ജലം ദാനമായി നൽകുന്നവന് സംതൃപ്തിയും, വസ്ത്രം നൽകുന്നവന് ചന്ദ്രലോകവും, കുതിര നൽകുന്നവന് അശ്വിനി ദേവലോകവും, കാള നൽകുന്നവന് സൂര്യലോകവും പ്രാപിക്കാൻ കഴിയുന്നു. ആഹാരം ദാനം ചെയ്യുന്നവൻ അനശ്വരമായ സുഖവും, ഭൂമി ദാനം ചെയ്യുന്നവൻ ഭൂഭരണവും, സ്വർണം നൽകുന്നവൻ ദീർഘായുസ്സും നേടുമെന്നും മനുസ്മൃതിയിൽ പറയുന്നു. വെള്ളി നൽകിയാൽ സൗന്ദര്യം, വിളക്ക് നൽകിയാൽ രോഗശൂന്യമായ ചക്ഷുസ്സും, നിലം നൽകിയാൽ അഭീഷ്ട സന്താനവും, ഗൃഹം നൽകിയാൽ ശ്രേഷ്ഠ ഗൃഹങ്ങളും ലഭിക്കുന്നു. അഭയം നൽകിയാൽ ഐശ്വര്യം, ധാന്യം നൽകിയാൽ ശാശ്വത സുഖവും, ബ്രഹ്മജ്ഞാനം നൽകിയാൽ ബ്രഹ്മസായുജ്യവും ലഭിക്കും. ബ്രഹ്മജ്ഞാനം ദാനം നൽകുന്നത് ഏറ്റവും ഉത്തമം എന്ന് തന്നെയാണ് മനുസ്മൃതിയിലും പറയുന്നത്. ദാനകർത്താവ് ഏത് അഭിലാഷത്തോടെയാണ് ദാനം ചെയ്യുന്നുവോ അതേ ദാനഫലം അവന് ലഭിക്കുന്നു. ദാനം ചെയ്യുന്നതും ദാനം ഏറ്റുവാങ്ങുന്നതും പൂജാപൂർവമായിരിക്കണമെന്നും ദാനം ചെയ്തിട്ട് അത് ആഘോഷിക്കരുതെന്നും നിഷ്കർഷിച്ചിട്ടുണ്ട്. കാരണം ഘോഷം കൊണ്ട് ദാനഫലം നശിക്കുന്നു.